ആഹാ, എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം. ദേവി ഇതൊക്കെ എന്തിനു വേണ്ടിയാ സൃഷ്ടിച്ചിരിക്കുന്നറിയോ? എന്തിനാ? സമയത്രേ? സമയം 1 മണി. വയലിലേക്കും എല്ലാം പോവണ്ടേ? അതുകൊള്ള 10,000 രൂപയുടെ പറഞ്ഞി 30 രൂപയുടെ പോകും. നിനക്കൊക്കെ ഇത് മതി. ഇറങ്ങ്, വണ്ടി തള്ളു. തള്ളടേ. വെള്ളം. മീൻ വറുത്തുണ്ടോ? 2 ഓർമ്മ എനിക്ക്. ഹായ് ഉണക്കമീൻ. ചേച്ചിയെന്നാന്ന് പറ. ഇതെന്തിനാ ഉപ്പെടുത്ത് വെച്ചേക്കുന്നത്? ഇതെന്റെ ഒരു ഹോബിയാ. നല്ലതാ. ആശാനെ, കണ്ടിട്ട് ഈ നാട്ടിലെ ഒരു CCTV ആണെന്നാ തോന്നുന്നത്. ഇതത് തന്നെ ബാഗ്. നമ്മൾ വലിയ മൈൻഡൊന്നും കാണിക്കണ്ട. അവര് ഇങ്ങോട്ട് തന്നെയാ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. വരട്ടടാ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്കണ്ട് പണി കൊടുക്കണം. കുറച്ച് കാലമായിട്ട് ആലോചിക്കും. ദൈവം അനുഗ്രഹിച്ച ഇന്ന് സെറ്റ്. ഈ കട്ടയ്ക്ക് കൂടെ എന്നേക്കണം. പ്രശ്നമാവോ? എന്ത് പ്രശ്നം? കണ്ടറിഞ്ഞില്ല. നല്ല പ്രായമുണ്ട്. പകുതി ബോധവും പൊക്കാണവും കാണത്തില്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. എന്നാ ഒരു കളി കളിച്ച് നോക്കാല്ലേ? പിന്നെ അല്ലാതെ. നിങ്ങൾ എവിടുന്നാ മക്കളെ? ഓ, ഒന്നും മനസ്സിലായില്ല. അവിടുന്നാ പറഞ്ഞേ. ഓ, ഒന്നും കേക്കാനും മേല. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. മക്കളുടെ പേരെന്നാ? ഞാൻ iPhone 60 Pro Max. ആ, മക്കടെയോ? ഞാൻ സാംസങ് ഗാലക്സി S24 അൾട്ര. മക്കടെ വീട് എവിടെയാ? ഞങ്ങളുടെ വീടൊന്നും സ്പേസിലാ. രാവിലത്തെ പറകുന്നലേക്ക് വന്ന് ലാൻഡ് ചെയ്തതാ. ഇനി രാത്രി ലാസ്റ്റ് 8:30 പറകുന്നലേക്ക് തിരിച്ചു കയറി പോണം. ജോലിയോ? അമ്മച്ചി, അന്യഗ്രഹ ജീവിയില്ലേ, അവരുടെ പല്ലൂരി തേച്ച് മിനുക്കി തിരിച്ചു പിടിപ്പിക്കുന്ന പരിപാടിയാണ്. വലിയ കിട്ടാ പോരൊന്നുമില്ല. രാത്രിയിൽ 8:30 പറക്കുന്നതിലേക്ക് തിരിച്ചു കയറി ചെല്ലണം. എന്നാത്തിനാന്നറിയാവാ? അമ്പിളിമാമനെ കുളിപ്പിക്കണം. ചില ദിവസം ഞങ്ങൾ രാത്രി പകുതി അമ്പിളിമാമനെ കുളിപ്പിക്കുള്ളൂ. അപ്പൊ അമ്മച്ചി ആകാശത്ത് കേട്ടിട്ടില്ലേ പകുതി അമ്പിളിമാമൻ ഇങ്ങനെ ഇരിക്കുന്നത്? അതാ അമ്മച്ചി രാത്രി കാണുന്ന നക്ഷത്രക്കില്ലേ, അതിന് തീ കൊളുത്തുന്നത് ഞങ്ങളാ. അതൊക്കെ പോട്ടെ, എന്താ ഇവിടെ? ഞങ്ങൾ ആ നക്ഷത്രത്തിന് തീ കൊടുത്താണല്ലോ ചൂട്ടും മടലൊക്കെ തപ്പി വന്നതാ. എന്നാ അമ്മച്ചി അങ്ങ് പോയേക്കോ മക്കളെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഉള്ളു കേസ്. ഹലോ ഗൈസ്, അയൽക്കൂട്ടം കുശുമ്പും കുന്നായ്മയിലേക്ക് സ്വാഗതം.
ഗൈസ്, നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത്? പ്രകൃതി വിരുദ്ധർ അഴിഞ്ഞാടുകയാണ്. MDMA അടിച്ച് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ഒരു പുതുതലമുറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, കണ്ടോ, ഒരു ഉളുപ്പുമില്ലാതെ ലൈവിൽ വന്നു പബ്ലിക്കായി MDMA പൊടിച്ച് തൊട്ടു നക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളമേ, കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ്?